ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, KSF ചെയ്യുന്ന ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചിട്ടി ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ വീഡിയോയിൽ പോകാം. KSF ചെയ്യുന്ന ഏറ്റവും ചെറിയ ചിട്ടിയാണ് മാസം 2500 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 1 ലക്ഷത്തിന്റെ ചിട്ടി. അതായത് സാധാരണക്കാരുടെ ചിട്ടി എന്ന് പറയാം. നമ്മൾക്കിപ്പോൾ എമർജൻസി കുറച്ച് ഫണ്ട് കൊണ്ട് ഇപ്പോൾ ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 60,000 രൂപ അല്ലെങ്കിൽ ഒരു 70,000 രൂപ നമുക്ക് പെട്ടെന്ന് ഫണ്ട് വേണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ആരുടെങ്കിലും കടം ചോദിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പണയം വെച്ച് നമ്മൾ പലിശ കൊടുത്തുകൊണ്ട് പണയം വെച്ചിട്ട് ആ തുകയെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വിളിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ചിട്ടിയാണ് ഈ 1 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു മാർക്കറ്റ് വില പ്രകാരം ഗോൾഡിന് 1.25 ലക്ഷത്തിന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ചിട്ടി പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗോൾഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷത്തിന്റെ ചിട്ടിക്കൊക്കെ ഏകദേശം 1 പവന്റെ ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചാൽ തന്നെ നമുക്ക് ആ ഫണ്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഗോൾഡ് പണയം വെക്കുന്ന സമയത്ത് അതിന് പലിശ കൊടുക്കേണ്ടി വരും. ഇത് ചിട്ടി പിടിച്ച് അതിന് സെക്യൂരിറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് അതിന് പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത്, അതായത് ചിട്ടി ചേർന്ന് ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ആ ഗോൾഡ് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ലൊരു പരിപാടിയല്ലേ. കാരണം കൂടുതൽ ആളുകളും ചെയ്യുന്നത് എന്താണ്, പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള സ്വർണം കൊണ്ട് വേഗം തന്നെ കൊണ്ട് പണയം വെക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആളുകളും പോകുന്നത്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഇതും കൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ചിട്ടി ചേരുക. ചിട്ടി ഇപ്പം നമുക്ക് എമർജൻസി ഫണ്ട് ആവശ്യമില്ലെന്നുണ്ടെങ്കിലും ചെറിയൊരു ചിട്ടി ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ചിട്ടി വിളിച്ചെടുക്കുകയും നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ 1 ലക്ഷത്തിന്റെ ചിട്ടി 30% താഴ്ന്ന മിനിമത്തിനാണ് വിളിക്കുന്നത്, നമ്മൾക്ക് ലഭിക്കുന്നത് 70,000 രൂപയാണ്. അതേ സമയത്ത് ഈ ചിട്ടി വന്നിട്ട് മാക്സിമം വന്നിട്ട് 95,000 രൂപ വരെ ലഭിക്കും. അതായത് ഈ ചിട്ടി ഇപ്പോൾ 1 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. 30% താഴ്ന്ന മിനിമത്തിന് വിളിക്കുമ്പോൾ 70,000 രൂപ, മാക്സിമം 95,000 രൂപ വരെ ലഭിക്കുന്നു. അപ്പൊ നമ്മള് മിനിമത്തിന് വിളിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് എല്ലാ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി നമുക്ക് ഫണ്ട് വേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇത്രയും താഴ്ത്തി വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിട്ടിയിൽ മാക്സിമം 95,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോ ചിട്ടി ചേർന്ന ഉടനെ ഫണ്ട് വേണ്ട, ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 15 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികം ആവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ 70,000 എന്നുള്ളത് ചിലപ്പോൾ 80,000 കിട്ടാം, ചിലപ്പോൾ 85,000 കിട്ടാം, ചിലപ്പോൾ 90,000 കിട്ടാം. അങ്ങനെ മാക്സിമം 95,000 രൂപ വരെ ലഭിക്കുന്ന ഒരു ചിട്ടിയാണ് ഇത്. ഏറ്റവും സാധാരണക്കാരുടെ ചിട്ടിയാണ്. കാരണം മാസം വെറും 2,500 രൂപയാണ് അടവ് വരുന്നത്. അത് ആദ്യത്തെ അടവാണ് 2,500 വരുന്നത്. പിന്നെ ലേലം പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 2ാമത്തെ മാസം തൊട്ട് ഡിവിഡൻഡ് കിട്ടി തുടങ്ങും. കാരണം ഈ ചിട്ടി 30% താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ 2ാമത്തെ സെക്കൻഡ് അടവ് വന്നിട്ട് 1,875 രൂപയാണ് വരുന്നത് ചിട്ടി. അങ്ങനെ 30% താഴ്ന്നു പോകുന്ന സമയത്ത്, അതുപോലെ ചിട്ടി വിളിയാകുന്ന സമയത്ത് 2,000, 2,200, 2,300 അങ്ങനെയൊക്കെയാണ് അടവ് വരിക. അത് ചിട്ടി എങ്ങനെയാണോ വിളി പോകുന്നത് അതിന് കിട്ടുന്ന താഴ്ത്തി വിളിക്കുന്ന സംഖ്യ ഇതിലെല്ലാ അംഗങ്ങൾക്ക്, അതായത് ഇതിൽ 40 അംഗങ്ങൾക്ക് ഡിവിഡൻഡായി ലഭിക്കുന്നു. ഇത് 40 മാസത്തിന്റെ ചിട്ടിയാണ്. അപ്പൊ ഇതില് 40 അംഗങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ സാധാരണക്കാരുടെ ഒരു ചിട്ടിയാണ് ഈ 2,500 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 1 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത്. പിന്നെ 2 കോടിന്റെ ചിട്ടി, 2.5 കോടിന്റെ, 3 കോടിന്റെ ചിട്ടി, അങ്ങനെ വലിയ ചിട്ടികളും ചെയ്യുന്നുണ്ട്. മാസം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 6 ലക്ഷം രൂപ വരെ അടവ് വരുന്ന ചിട്ടികൾ KSF ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും മിനിമത്തിൽ വരുന്ന ഒരു ചിട്ടി എന്ന് പറയുന്നത് 2,500 വെച്ചിട്ട് 40 മാസം അടയ്ക്കുന്ന 1 ലക്ഷത്തിന്റെ ചിട്ടിയാണ്. അപ്പൊ ഇത്രയാണ് ഈ ചിട്ടിയെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് GST കൂടി ഈടാക്കും. 1 ലക്ഷം രൂപയ്ക്ക് 900 രൂപയാണ് GST വരുന്നത്. അതും കൂടി നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. അപ്പൊ ഈ ചിട്ടിയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ചിട്ടിയെ കുറിച്ചാണ് അറിയാൻ താല്പര്യം ഒന്ന് കമന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ചിട്ടിയെ കുറിച്ചുള്ള വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു.